ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. 2-3 ദിവസം അമ്മച്ചിക്ക് ഇച്ചിരി ഒരു വയ്യാഴി കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ടും പൂർവാദ്യം ശക്തിയോടെ വേദനയും അമ്മച്ചിക്ക് ക്ഷീണവും പ്രയാസവും ഒക്കെ തുടങ്ങി. അതിൻ്റെ ഒരു വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പം നാളെയാണ് ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പം നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ട കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ അടുക്കള എത്രയൊക്കെ വൃത്തിയാക്കി പിറക്കി, അതായത് തൂത്ത് തുടച്ച് വൈകിട്ട് ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കഴുകി പിറക്കിയൊക്കെ വെച്ചിട്ട് പോകും. പക്ഷേ രാവിലെ ഏറ്റു വരുമ്പോൾ എന്തോ ആ പാത്രങ്ങളൊക്കെ വെച്ച സ്ഥലത്തിന് ചെറിയൊരു മാറ്റം. എന്താണെന്നറിയില്ല ചേച്ചി, ഡോറ് തുറന്ന് അടുക്കളയിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. നമുക്കാകെപ്പാടെ ഒരു അസ്വസ്ഥത, അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട്, എളുപ്പമൊന്നൊരു മടുപ്പ് തോന്നുക, ഒന്നും ചെയ്യാനൊരു ഉന്മേഷമില്ലായ്മ. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ ചേച്ചി എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുക്കള ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുക്കളയിൽ ഒരിത്തിരി ചോറും ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചൊരു പാത്രത്തിൽ നമ്മൾ ഇട്ട് വെച്ചേക്കണം. നമ്മൾ അടുക്കളയെല്ലാം തൂത്ത് പിറക്കി വൃത്തിയാക്കിയിട്ട് വേണം ഇറങ്ങി പോകാൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മഹാലക്ഷ്മി ഐശ്വര്യദേവിയൊക്കെ രാത്രിയിൽ അടുക്കളയിൽ വരുന്നെന്നൊരു വിശ്വാസം നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ അടുക്കള നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ നമ്മുടെ അമ്മയോ വല്യമ്മയോ മുത്തശ്ശിമാരോ ഒക്കെ ആകും. പിന്നെ നമ്മുടെയൊക്കെ കുറേ ആൾക്കാരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് മരിച്ചുപോയവർ ഒരിക്കലും ഭൂമി വിട്ടു പോകുന്നില്ല. അവരുടെ ആത്മാവല്ലേ, അവരുടെ ആ ജീവൻ ഇവിടെ തന്നെ നിലനിൽക്കും. എല്ലാവരും കിടന്നു കഴിയുമ്പം അവരവരുടെ അടുക്കള കാണാനും അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്ത് കഴിച്ചോന്ന് അറിയാനും ഒക്കെ ആയിട്ടുള്ളൊരു വിശേഷത്തിനൊക്കെ അവർ വരുന്നുണ്ടാവും. അവരുടെ മാനസിക പ്രശ്നവും സംഘർഷവും ഒക്കെ ആകും ഇതെല്ലാം മാറി മറിഞ്ഞുമൊക്കെ കിടക്കുന്നതെന്നുള്ള ഒരു സങ്കല്പികം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് വിശ്വസിക്കണമെന്നുമില്ല, വിശ്വാസം വരണമെന്നുമില്ല നമുക്ക്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണോ എടുക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം. ശരിയല്ലേ? ഒരു വിരലിന് 2 വശമുണ്ടെന്ന് പറയുന്ന കണക്കാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അതിന് ഞാനൊരു മാർഗം നിങ്ങളോട് പറഞ്ഞു തരാം. മാർഗമല്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ ചെയ്യണം. കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാകും. അടുക്കളയുടേതായ പ്രശ്നങ്ങളെല്ലാം മാറും. പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, അല്ല ഇതിൻ്റെ ഗുണം വീട്ടമ്മമാർക്ക്, അതായത് അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ കടബാധ്യത ഉണ്ടായാലും അതിൻ്റെ അകത്തുനിന്ന് എല്ലാം ഒരു മോചനം ഉണ്ടാകും. പിന്നെ ഒരിക്കലും അടുക്കളയിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാകില്ല. പിന്നെ ഇങ്ങനെയുള്ള അഴുക്ക് സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദുഷ്ടശക്തിയോ പ്രേതമോ ഭൂതമോ എന്തും ആയിക്കോട്ടെ നമ്മുടെ അടുക്കളയുടെ പരിസരത്തോട്ട് പോലും അന്നടുക്കത്തില്ലെന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. പിന്നെ ഇടയ്ക്കൊന്ന് കാണാമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാകും. അപ്പോൾ ചെയ്യുന്നത് ശരിയാകത്തുമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അടുക്കള ഭാഗത്ത്, അതായത് കിഴക്ക് തെക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ രാമതുളസി, അതായത് തുളസി പല ഐറ്റം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, കർപ്പൂര തുളസിയുണ്ട്. അതൊന്നും എടുക്കരുത്. രാമതുളസി, നമ്മുടെ രാമൻ്റെ പേരുണ്ട്, അതായത് രാമൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു ചെടിയാണത്. അപ്പം രാമതുളസി മഞ്ഞളും കൂടെ ഒന്നിച്ച് ഒരു ചെടിച്ചട്ടിയിലൊന്ന് വെച്ച് നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന് അടുക്കളയുടെ ഡോറ് തുറന്നതിന് ശേഷം നിങ്ങൾ നേരെ വന്ന്, അടുക്കളയെന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്കകത്തെ ഡോറിൻ്റെ കാര്യം പറഞ്ഞത്, അന്ന് വെച്ചിട്ട് നിങ്ങൾ പുറത്തെ വാതിൽ, അടുക്കളയുടെ സൈഡിന് പുറത്തോട്ടൊരു വാതിലുണ്ടാവുമല്ലോ വെളിയിലോട്ടിറങ്ങാണ്ട്, ആ വാതിൽ തുറക്കുമ്പോഴേ നിങ്ങളുടെ ഈ ദൃഷ്ടി രണ്ടും പതിയേണ്ടത് ഈ രാമതുളസി മഞ്ഞളും വെച്ചേക്കുന്ന ചെടിച്ചട്ടിയിലോട്ടായിരിക്കണം. പ്രത്യേകിച്ചൊരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പിന്നെ ആ പരിസരത്ത് അടക്കത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്നത്. ആ ഒപ്പം തന്നെ നമ്മുടെ സൂര്യൻ്റെ ആദ്യത്തെ കിരണം ഭൂമിയിൽ പതിയാൻ അനുവദിക്കരുത്. ആ ഒപ്പം നമ്മുടെ ശരീരത്ത് ഒന്ന് പതിയണം. അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പവറും എനർജിയും, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ പോലും നമുക്ക് അത്ര പവർഫുള്ളായിട്ടിരിക്കും. ഇതുറപ്പാണ്. നിങ്ങളിതിങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാം, ഈ രാമതുളസിയും
അതുപോലെ തന്നെ മഞ്ഞളും കൂടി ഒന്നിച്ച് വെച്ച് കഴിയുമ്പം ഇതിലേതെങ്കിലും ഒന്ന് ചീഞ്ഞോ ഉണങ്ങിയോ പോയാൽ അന്നേരെ അത് മാറ്റിക്കളഞ്ഞിട്ട് അടുത്തത് ചീഞ്ഞോ ഉണങ്ങിയോ പോയത് ഏതാണോ അത് അതിൻ്റെ അകത്ത് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒറ്റ ഒരെണ്ണമായിട്ട് അടുക്കളപ്പുറത്ത് വെച്ചല്ലേ. രണ്ടാമത്തേത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി പ്ലാന്റ് ഇല്ലേ, എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലി മണി പ്ലാന്റ് അല്ല കേട്ടോ. ഞാനൊരു മണി പ്ലാന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരാളോളം ഇങ്ങനെ പൊങ്ങുമ്പം വീട്ടിലെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ തല കൊണ്ട് പോകുന്ന അതല്ല കേട്ടോ. ഈ ചെറിയ മണി പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മൾ അടുക്കളയിലും ഹാളിലും നമ്മുടെ റൂമിലും ഒക്കെ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലോ ചെറിയ ബോട്ടിലോ ഒക്കെ ആയിട്ട് ചെറിയ ഇലയായിട്ട്, അത് നമ്മുടെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയിൽ എവിടെയെങ്കിലും വെക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെയുണ്ട് നമ്മുടെ ഈ പ്ലാന്റിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ജെയ്ഡ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണെങ്കിലും വളരെ നല്ലതാണ്. അതൊന്നും എവിടെയാണ് വെക്കണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാളിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ഈ കയറി വരുമ്പോഴേ നമ്മൾ കാണാൻ കണക്കിനാണ് അത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ ഈ ജെയ്ഡ് മണി പ്ലാന്റ് കണി കാണുന്നതും വളരെ നല്ലതാണ്. അത് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് കിട്ടും, നഴ്സറി ചെന്നാൽ കേട്ടോ. അത് പ്രത്യേകിച്ച് ചോദിച്ച് മേടിക്കണം, അല്ലാതെ മണി പ്ലാന്റ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലിയിലുള്ളതേ കിട്ടത്തുള്ളൂ. ജെയ്ഡ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കണേ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പുറത്ത് നടേണ്ട കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏകദേശം കേൾക്കുമ്പോൾ അറിയാലോ. വീടിനുള്ളിൽ വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. പുറത്ത് നമ്മൾ വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇനി പറയുന്നത്. നമ്മുടെ മന്ദാരം ഉണ്ടല്ലോ, മന്ദാരം എല്ലാവർക്കും അറിയാം, മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മുടെ ഈ അടുക്കള വാതിൽ തുറക്കുമ്പം തന്നെ കാണേണ്ട ആദ്യമേ ഒരു മന്ദാരം വെച്ച് കുറച്ചൊരു പൊക്കം വരുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിലോട്ട് നമ്മുടെ ശംഖുപുഷ്പം ഇല്ലേ, അതായത് നീല കളറുള്ള ശംഖുപുഷ്പമൊക്കെ ധാരാളം എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മൾ പോയി നഴ്സറിയിൽ നിന്നൊന്നും മേടിക്കേണ്ടെന്നേ, ഈ മന്ദാരവും ശംഖുപുഷ്പവും ഒന്നും നഴ്സറിയിൽ നിന്ന് മേടിക്കേണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോ വീടുകളിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. അത് നിങ്ങൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ മന്ദാരം ഒരുമാതിരി വലുപ്പമായി കഴിയുമ്പോൾ ഇതിൻ്റെ ചെവിട്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് വെച്ചോണം. അതിങ്ങനെ ചുറ്റി വളഞ്ഞുണ്ടല്ലോ ഇതേ കയറി പൂത്തൊലയുമ്പോഴുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ എല്ലാ കടഭാരങ്ങളും പോയി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു പരിഹാരവും എല്ലാമായി നമുക്ക് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ രാവിലെ തന്നെ നിങ്ങൾ വന്ന്, എപ്പോഴും ഞാനൊരു കാര്യം പറയാം, രാവിലെ നമ്മൾ അടുക്കളയുടെ ഡോറ് തുറന്ന് അടുക്കളയ്ക്കകത്ത് കയറിയതിന് ശേഷം വേണം നമ്മൾ അടുക്കളയുടെ പുറത്തോട്ടുള്ള വാതിൽ തുറന്ന് നമ്മൾ ഇത് കാണാനായിട്ട്. ഇത് പൂത്ത് നിൽക്കുന്നത് നമ്മൾ കാണണം. അതായത് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് ഇതിനെ പയ്യെ ഇങ്ങനെയൊക്കെ ഒന്ന് തലോടി നമ്മൾ അതിനോടൊക്കെ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോഴീ ആദ്യ സൂര്യകിരണമൊക്കെ നമ്മുടെ ശരീരത്തോട്ടൊക്കെ ഒന്ന് പതിക്കും കേട്ടോ. ഇതാണ് മൂന്നാമത്തെ കാര്യം കേട്ടോ. പിന്നെ നാലാമത്തേതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടെന്നേ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയില്ലാത്ത വീടുണ്ടോ? കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ പ്രത്യേകിച്ചും പനിക്കൂർക്കാണ്. പിന്നെ നമുക്കാണെങ്കിലും ഒരു ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഇലയൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കത്തില്ലേ, അതും നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ വാതിക്കൽ ഒരു ചെറിയൊരു പാത്രത്തിലാണെങ്കിലും നമുക്ക് വെക്കാം. ഈ പനിക്കൂർക്ക കൊണ്ടുവന്ന് നട്ട് നമ്മൾ വെക്കുക. നമ്മൾ പനിക്കൂർക്ക നടുക ഒരു അത്യാവശ്യം ഒരു ചെടിച്ചട്ടിയിലോ, പിന്നെ സ്ഥലമുള്ളവരാണെങ്കിലുണ്ടല്ലോ തറയിൽ നട്ടാലും മതി. സ്ഥലമുള്ളവർ, ഇല്ലാത്തവരാണ് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ നടാൻ പറയുന്നത്. അപ്പം ഇത് നടുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കറ്റാർ വാഴയില്ലേ, കറ്റാർ വാഴയും കൂടെ ഒന്നിച്ച് നടുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ നമ്മൾ വേറെ അങ്ങോട്ട് മാറ്റി നടാനായിട്ട് സ്ഥലമുള്ളവരാണെ ഓർക്കും, അയ്യോ ഇത് രണ്ടും രണ്ടിടത്ത് നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നിന്നെന്നും പറഞ്ഞുകൊണ്ട് ഗുണമല്ലാതെ ദോഷം ഉണ്ടാകത്തേയില്ല. ഈ കറ്റാർ വാഴയുണ്ടല്ലോ അപൂർവമായിട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പൂക്കുന്നത്. കറ്റാർ വാഴ പൂത്തിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ പറയുന്നത്, മറ്റൊരാൾക്ക് അടിച്ച ലോട്ടറി ഉണ്ടല്ലോ അത് നമുക്ക് വന്ന് നമ്മുടെ നമ്പറിന് അടിക്കുന്നതിന് തുല്യമാകും. അത്രയ്ക്ക് അത്ഭുതമാണ് കറ്റാർ വാഴ പൂക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നിങ്ങൾ വെക്കണം കേട്ടോ അടുക്കള വശത്ത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുക്കള വശത്ത് നിങ്ങൾക്ക് നടാൻ സ്ഥലമില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിന്, അത് ഇന്ന സൈഡെന്നൊന്നും ഞാൻ പറയുന്നില്ല, എവിടെ വെച്ചാലും ഗുണമാണ്. അതായത് ഒരു സ്ഥലം ഒഴിവാക്കി തെക്ക് വശത്ത് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ തെക്ക് വശത്ത് കുറച്ച് സ്ഥലം ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവിടെ നട്ടു. നമ്മുടെ കവുങ്ങില്ലേ, അല്ലെ അടയ്ക്കാമരം എന്നൊക്കെ പറയാം, അല്ലെ പാക്കുമരം എന്ന് പറയും. കവുങ്ങ് ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുക. വെച്ച് പിടിപ്പിച്ച് അതൊരു 1-2 പൊക്കമാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ?
നമ്മുടെ വെറ്റിലയില്ലേ, വെറ്റിലക്കൊടി എവിടെ നിന്നെങ്കിലും അതിൻ്റെ ഒരു ഞാറുവാലി കൊണ്ടുവന്ന് ഈ വെറ്റിലക്കൊടിയിലോട്ട് ഈ പാക്കുമരത്തേലോട്ടൊന്ന് ഇട്ട് പിടിപ്പിച്ചു. ആ പാക്കുമരം വളരുന്ന ഒപ്പവും ഈ വെറ്റില ഇങ്ങനെ പാക്കക്കൂടി ഇങ്ങനെ അടിയടിയായിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കയറി പോകുന്നതും അനുസരിച്ചുണ്ടല്ലോ, നിങ്ങൾ എത്ര താന്ന് കിടന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെതായ ഉയർച്ച ഉണ്ടാകും. ഇത് ഉറപ്പായ ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ പറയും വലിയ വലിയ പണക്കാരന്മാരുടെ എല്ലാം വീടുകളിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെയൊന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൂ. പണക്കാരന്മാരുടെ വീടെന്നും പറഞ്ഞ് നമുക്കാരും വേലി കെട്ടി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകും. നമ്മളെന്നും പറഞ്ഞുകൊണ്ട് ഓടി അംബാനിയുടെ വീട്ടിലോട്ടോ രവിപിള്ളയുടെയോ യൂസഫ് അലിയുടെയോ അങ്ങനെയുള്ളവരുടെയൊന്നും വീട്ടിലോട്ടല്ല പോകുന്നത്. നമ്മുടെ തന്നെ പരിസരത്ത് നല്ല രീതിയിൽ നല്ല സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതാരും പുറത്ത് പറയത്തില്ലെന്നേ. പിന്നെ ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ലക്കി ബാമ്പുവിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് തന്നെ നമ്മൾ നേഴ്സറി ചെന്നേച്ചിട്ട് നമ്മൾ വീടിനുള്ളിൽ വെക്കുന്നതുണ്ടല്ലോ ചട്ടിയിൽ, അതൊരു ചട്ടിയിൽ മേടിക്കുമ്പോൾ നമ്മൾ ഇത് എണ്ണണം. ഇതിൻ്റെ തണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി മേടിക്കണം. ഇരട്ട സംഖ്യ വന്നാൽ അത് എടുക്കരുത്. ഒറ്റ സംഖ്യ വരുന്ന തണ്ടുള്ളത് എടുത്തിട്ട് നമ്മുടെ അടുക്കളയുടെ കിഴക്ക് തെക്കേ മൂല സൈഡിന് നമ്മളിത് വെക്കുക. ഇത് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് നല്ല ശുദ്ധമായ ഓക്സിജൻ നമുക്ക് വിട്ടുതരും. അതിനൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇത് നിങ്ങൾ എത്ര കാശില്ലാത്തവർ നിങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇത് ഒരെണ്ണം മേടിച്ച് വെക്കണം കേട്ടോ. പെരയിൽ അടുക്കളയിൽ വെക്കാതെ നിങ്ങൾ ഇരിക്കരുത്. പിന്നെ നമുക്ക് നേഴ്സറി മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്, എല്ലാ നേഴ്സറിയിലും ചിലപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. റബ്ബർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റബ്ബർ പ്ലാന്റ്, ആ സാധനം നമ്മൾ വീട്ടിൽ മേടിച്ച് നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എപ്പോഴും നോക്കിയാൽ നോട്ടം എത്തുന്ന സ്ഥലത്തായിട്ട് ഈ റബ്ബർ പ്ലാന്റ് മേടിച്ച് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ സാധനം നിൽക്കുന്നിടത്ത് ഇത് ഒരല രണ്ടല ഇത് കൂടുന്നതനുസരിച്ചുണ്ടല്ലോ, ഒരല വരുമ്പം നമ്മുടെ കടം കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ഇല വരുമ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ആയുസ്സും ആരോഗ്യവും വരെ നമുക്ക് നീട്ടിക്കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതൊന്നും ആരും നല്ല കാര്യമൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇതെപ്പോൾ എഴുന്നേറ്റ് വരുമ്പോഴും നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും അകത്തോട്ട് വരുമ്പോഴും എല്ലാം കാണുന്ന രീതിയിൽ നിങ്ങൾ ഇതൊരെണ്ണം മേടിച്ച് വയ്ക്കണം. ഇത് നമ്മളെ സമ്പന്നരാക്കി തീർക്കും, നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നും പറഞ്ഞ് ഇതെല്ലാം കൂടെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്കും വേലയ്ക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇത് മാത്രം മേടിച്ച് വെച്ചിട്ട് സമ്പത്ത് ഇങ്ങനെ ഇറങ്ങി വരും ഇത് കൊണ്ട് തരുമെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. പഠിച്ചിട്ടിരിക്കുന്ന പിള്ളേരാണ് PSCയുടെ ടെസ്റ്റ് എഴുതിയിട്ട് ജോലിക്ക് കയറണം. പക്ഷെ അതിനൊക്കെ ഒരു പ്രയോജനവും അല്ലെങ്കിൽ ഒരു ഭാഗ്യവും ഒക്കെ നമുക്കിത് കൊണ്ടുതരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ. അല്ലാതെ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിലിരുന്ന് വെച്ചിട്ട് ഇത് എനിക്ക് കഞ്ഞിക്കില്ല കറിക്കില്ല ചേച്ചി പറഞ്ഞ് ഇതുകൊണ്ടിരുന്നിട്ടുണ്ട് സമ്പത്ത് തന്നെ വരുമെന്ന് ഒരിക്കലുമില്ല. നിങ്ങളോടൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഈ അംബാനിയും രവിപിള്ളയും യൂസഫ് അലിയൊക്കെ ചുമ്മാ ഇരിക്കേണ്ട കാലങ്ങളല്ലേ ഇപ്പം. അവരിപ്പോഴും കഷ്ടപ്പെട്ടിട്ടല്ല ഇഷ്ടം പോലെ ഈ കോടിക്കണക്കിന് കാശുണ്ടാക്കുന്നത്. അവർക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ ചുമ്മാ ഇരിക്കുവാണോ? അവരുടെ മക്കൾ ചുമ്മാ ഇരിക്കുവാണോ? ഒന്നുമല്ല. നമ്മൾ അധ്വാനിക്കണം, നമ്മൾ കഷ്ടപ്പെടണം. എങ്കിലാണ് നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വീട്ടിലിരുന്നാൽ ഇതൊന്നും ഉണ്ടാകില്ല കേട്ടോ. പിന്നെ ഇതിലേതെങ്കിലും ഒരൈറ്റം നമ്മൾ അടുക്കളയുടെ ഉള്ളിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ മേടിച്ചാൽ പല ഐറ്റം പറഞ്ഞു, അടുക്കളയുടെ കിഴക്ക് ഇതൊക്കെ മൂലയിലും ഒക്കെ വെക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒരൈറ്റം സാധനം മേടിച്ച് വയ്ക്കുക. അതുപോലെ ഹാളിലാണേലും നിങ്ങൾക്ക് നഴ്സറി പോകുമ്പോൾ ഏതാണ് കിട്ടുന്നത് നിങ്ങൾ അത് മേടിച്ച് വയ്ക്കുക. പക്ഷേ മുറ്റത്ത് നമ്മൾ അടുക്കള വാതിൽ തുറക്കുമ്പോൾ വെക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ടാറ്റ ബൈ ബൈ. ഓക്കെ.